നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1201 മിഥുനമാസം 21-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 5-ാം തീയതി രവിവാരം ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:11 അസ്തമയം വൈകിട്ട് 6:47 ഞായറാഴ്ചത്തെ രാഹുലം നിങ്ങൾക്കറിയാം. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം, ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം ഞാൻ ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ പഞ്ചമിയാണ്. കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ പ്രായണ ബലവാനാണെന്നറിയണം. ഇന്നത്തെ നക്ഷത്രമോ ശതഭിഷക് അഥവാ ചതയ നക്ഷത്രമാകുന്നു. 100 നക്ഷത്രങ്ങളുടെ കൂട്ടത്തിനാണ് നാം ശതഭിഷക് എന്ന് പറയുക. അങ്ങേറ്റവും പ്രഭാവമുള്ള നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് ചതയ നക്ഷത്രം. നമ്മുടെ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി സാക്ഷാൽ സഖാവ് ഇ കെ നായനാർ, ഇവരൊക്കെ തന്നെ ചതയ നക്ഷത്രത്തിൽ ജനിച്ച മഹത് വ്യക്തികളാണ്. ആ നക്ഷത്രത്തിന് ഏറ്റവും വലിയ മഹനീയത, നക്ഷത്രത്തിൽ ജനിച്ചത് ശ്രീനാരായണ ഗുരു ദേവനായിരുന്നു. അങ്ങേറ്റം പ്രഭാവമുള്ളൊരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം എന്നറിയുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ശുഭകാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ പ്രായണ നല്ലതാണ്. ചതയ നക്ഷത്രമാണ്. ഇന്ന് വൈകിട്ട് 4:15 വരെയാണ് ചതയ നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ മുപ്പൂരത്തിൽപ്പെടുന്ന പുരൂരുട്ടാതി നക്ഷത്രമാണ് നാം ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനം സുദിനമായി കാണുക. ഇന്ന് കാലത്ത് 11:15 മുതൽ 12:10 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താവുന്നതാണ്. കാരണം എല്ലാ ഗ്രഹങ്ങളും നല്ല പൊസിഷനിലാണ്. നല്ല വ്യാഴത്തിൻ്റെ കാലഹോരയാണ്. കന്നി ലഗ്നമാണ് ഞാൻ നിങ്ങൾക്ക് മുഹൂർത്തം കുറിച്ച് തന്നിട്ടുള്ളത്. വിവാഹ തീരുമാനങ്ങളായാലും മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേൽപ്പറഞ്ഞ സമയം സ്വീകരിക്കാം. യാത്രയായാലും സ്വീകരിക്കാം. ഏതായാലും ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്ര ദർശനം വളരെ അഭികാമ്യമായി കരുതാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോവുക. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നവഗ്രഹത്തിൽ കേരളത്തിന് വെളിയിലുള്ളവർക്ക് രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. വൈകിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വ്യാഴത്തിൻ്റെ അധികാരമുള്ള നക്ഷത്രമാണ് പുണർദം വിശാഖം പുരൂരുട്ടാതി. പക്ഷേ ശുഭകാര്യങ്ങൾക്ക് നാം പുരൂരുട്ട നക്ഷത്രം സ്വീകരിക്കാറില്ല. യാത്രയിലായാലും അപ്രകാരം വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. വിശദമായി നമുക്ക് അടുത്ത ദിനം അത് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം വൈകിട്ട് 4:30 ശേഷമൊന്നും രാഹുകാലം വരികയാണ്. അതിനുശേഷമൊന്നും നാം സായങ്കാലത്ത് സന്ധ്യാകാലത്ത് ഒരു കർമ്മങ്ങളും ചെയ്യാറില്ല. അതിനാൽ നല്ല മുഹൂർത്തം ഞാൻ പറഞ്ഞു, നല്ല ദിവസമാണെന്ന് അറിയുക. എല്ലാം സുമംഗളമായി പര്യവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.